നമസ്കാരം. എന്നെ തെരിയില്ല? ഇല്ല. ഞാൻ താൻ A.R. റഹ്മാൻ. ആണോ? ആമാ. പ്രശസ്ത സംഗീത സംവിധായകൻ A.R. റഹ്മാനാണോ? ആമാ. അപ്പൊ ഇതാരാ? ഇത് അണ്ണ A.R. ഹനുമാൻ. ഞാൻ ഇതുവരെ സാറിനെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് സാറിനെ കാണുന്നത്. കാണാൻ വഴിയില്ല, കളറ് ഗ്യാരണ്ടി കളറാ. അതുകൊണ്ടല്ലേ സാറ് എനിക്ക് ചില സംശയങ്ങളൊന്നും ചോദിക്കേണ്ട വിരോധമില്ലല്ലോ. എന്താണ്? സാറിന് ആരാണ് സംഗീതം പഠിപ്പിച്ചത്? എനിക്ക് വന്ന് സംഗീതം ചൊല്ലിക്കൊടുത്തത് ചെമ്പൈ ഭാഗവതർ. ഓഹോ, ചെമ്പൈ ഭാഗവതരാണോ? ആമാ. അദ്ദേഹത്തിന് സംഗീതം പഠിപ്പിച്ചതാരാന്നറിയാവോ? ചെമ്പൈ ഭാഗവതർക്ക് സംഗീതം ചൊല്ലിക്കൊടുത്തത് പിച്ചളൈ ഭാഗവതർ. അയ്യോ, അപ്പൊ അദ്ദേഹത്തെ സംഗീതം പഠിപ്പിച്ചതാരാ? അദ്ദേഹത്തിന്റെ സംഗീതം പഠിപ്പിച്ചത് അലുമിനിയം ഭാഗവതർ. അയ്യോ, മലയാളത്തിൽ പറഞ്ഞാ മതി. മലയാളം അറിയാവോ? അതെ. എങ്ങനെ അറിയാം? എനിക്ക് തമിഴ് അറിയാം. തമിഴ് അറിയാം, മലയാളം അറിയാം. അതെ. തമിഴ് എങ്ങനെ അറിയാം? ഞാൻ കുറച്ചാള് ബോംബെയിലായിരുന്നു. ഓ, അത് ശരി. ഞാന് സാറിനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അടുത്തായിട്ട് ഞാൻ അഭിനയിക്കുന്ന മലയാള സിനിമയിൽ സാറിനെ കൊണ്ടൊരു സംഗീതം ജയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഒരു പ്രത്യേകത വേണം. ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു പാട്ട് വേണം. ആരും കേൾക്കാത്ത പാട്ട്? ഇതുവരെ ആരും കേൾക്കാത്ത ഒരു പാട്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച കമ്പോസ് ചെയ്തൊരു ഗാനമുണ്ട്. ആരും കേൾക്കാത്തതായിരിക്കും. ആരും കേട്ടിട്ടില്ല. അന്ന് കേട്ടു നോക്കെ അങ്ങനെ ഉണ്ടെന്ന് കേക്ക്. ശരി. അയ്യോ, പാട്ടെവിടെ? പാട്ട് കേൾക്കുന്നില്ല. ഈ പാട്ട് ഇന്ന് അവരാരും കേട്ടിട്ടില്ല. ഇത് പുഷ്പവിമാനം എന്ന് പറഞ്ഞ പാടത്തിലെ പാട്ടാണ്. ഓ, അത് ശരി. അയ്യോ, അത് പറ്റില്ല. ഇതുവരെ ആരും കേട്ടിട്ടുണ്ടാവുകയും ചെയ്യരുത്. എന്നാൽ എനിക്ക് ഇപ്പൊ കേൾക്കും വേണം. അങ്ങനത്തെ പാട്ട് വേണം. ഇപ്പൊ കേൾക്കണം. സാറ് തന്നെ ഒരുപാട് ത്രില്ലിംഗ് ആയുള്ള പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനത്തെ ഒരു പാട്ട് വേണം. ഓ, ശരി. നല്ല ത്രില്ലിംഗ് ഉള്ള പാട്ട്. നല്ല ത്രില്ലിംഗ്, നല്ല തെറിച്ചു പോണ പാട്ട്. അതെ. മുറുക്കി പിടിച്ചിരുന്നോ? ശരി. അല്ലെങ്കിൽ തെറിച്ചു പോകും. ഞാൻ തന്നെ കമ്പോസ് ചെയ്തൊരു ഗാനം, തണുപ്പത്ത് പാടുന്ന ഗാനം. സൗണ്ട് എന്ന് പറഞ്ഞാൽ ചില്ലിരിക്കും. പട്ടി കനാലിലുമുള്ള സൗണ്ട്. ചിക്കപ്പൊക്ക് ചിക്കപ്പൊക്ക് റേലേ